ഗുഡ് മോർണിംഗ്. നമ്മൾ വിറ്റാലി കവറും അതുപോലെ വിറ്റാലി കവറിംഗ് ലെമ്മയൊക്കെ ഡിസ്കസ് ചെയ്തു. ഇനി ഈ സെക്ഷനിൽ നമുക്ക് പറയാനുള്ളത് അപ്പർ ആൻഡ് ലോവർ ഡെറിവേറ്റീവ് ആണ്. അപ്പം അപ്പർ ഡെറിവേറ്റീവ് എഫ് ഫോർ റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ എഫ് എന്ന് പറയുന്നൊരു ഫംഗ്ഷൻ എക്സ് അതിൻ്റെ ഒരു ഇൻറ്റീരിയർ പോയിൻ്റ് ആണ് എങ്കിൽ, ഡൊമൈനിലെ ഇൻറ്റീരിയർ പോയിൻ്റ് ആണ്, അവിടെ അപ്പർ ഡെറിവേറ്റീവ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് ലിമിറ്റ് എച്ച് ടെൻഡ്സ് ടു 0 സുപ്രീമം 0 ലെസ് ദാൻ മോഡ് ടി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എച്ച് എഫ് ഓഫ് എക്സ് പ്ലസ് ടി മൈനസ് എഫ് ഓഫ് എക്സ് ബൈ ടി. അപ്പം സാധാരണ നമ്മൾ ലിമിറ്റ് ഡെറിവേറ്റീവ് പറയാറ് ലിമിറ്റ് എച്ച് ടെൻഡ്സ് ടു 0 എഫ് ഓഫ് എക്സ് പ്ലസ് ടി എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എക്സ് ബൈ എച്ച് എന്നുള്ള രീതിയിലാണ്. ഇവിടെ നമ്മൾ അതിന് അപ്പർ ആൻഡ് ലോവർ ഡെറിവേറ്റീവ് ഡിഫൈൻ ചെയ്യാണ്. എച്ച് 0 അപ്രോച്ച് ചെയ്യുന്നുണ്ട്, പക്ഷേ നമ്മൾ എച്ച് 0 അപ്രോച്ച് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? രണ്ട് രീതിയിൽ അപ്രോച്ച് ചെയ്യുക അല്ലേ? എന്താണ് 0 എങ്കിൽ എച്ച് 0 ഇതിലേ അപ്രോച്ച് ചെയ്യുക, ഇതിലേ അപ്രോച്ച് ചെയ്യുക. അപ്പം ഇതിലെ 0 അപ്രോച്ച് ചെയ്യുന്ന വാല്യൂസിൽ നമ്മൾ ടി എന്നുള്ളൊരു വേരിയേഷൻ എടുക്കുക. അതായത് മോഡ് ടി ലെസ് ദാൻ എച്ച് എന്ന് പറഞ്ഞാൽ എന്താ? മൈനസ് എച്ച് ലെസ് ദാൻ ടി ലെസ് ദാൻ എച്ച്. ഓക്കെ, അപ്പം ഇതിലൂടെയും അപ്രോച്ച് ചെയ്യുന്ന വാല്യൂസ് നമുക്ക് പരിഗണിക്കാം 0. ഈ അപ്രോച്ച് ചെയ്യുന്ന വാല്യൂസിൽ, അതായത് ടി വേരി ചെയ്യുമ്പോൾ എഫ് ഓഫ് എക്സ് പ്ലസ് ടി മൈനസ് ഓരോ വാല്യൂസിലും നമ്മൾ വേരി ചെയ്യുന്നതിൽ ടിക്ക് വരുന്ന എഫ് ഓഫ് എക്സ് പ്ലസ് ടി മൈനസ് എഫ് ഓഫ് എക്സ് ബൈ ടി എന്ന് പറയുന്നത് എന്ന വാല്യൂസിൽ സുപ്രീമങ്ങൾ ഓരോ ടിക്കും കറസ്പോണ്ടിങ്, അതായത് വരുന്ന ഓരോ സുപ്രീമും പരിഗണിക്കുക. എച്ചിന് കറസ്പോണ്ടിങ് ആയിട്ട് ആദ്യം ഈ ടിയിലൂടെ ഒരു എച്ച് നമ്മളെടുത്തു, എച്ച് 0 വരികയാണ്. അപ്പം ഒരെച്ച് അപ്പം ഇങ്ങനെ എച്ച് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ട് 0 വന്നുകൊണ്ടിരിക്കുകയാണ്. ആ വന്നുകൊണ്ടിരിക്കുമ്പം കറസ്പോണ്ടിങ് അവിടെ വരുന്ന അതിൻ്റെ ഇടയിൽ വരുന്ന ഈ എച്ചിൻ്റെ ഇവിടെ വരുന്ന മൈനസ് ടി, അതായത് അതിൻ്റെ ഇതിൽ എച്ചിലോട്ട് അപ്രോച്ച് ചെയ്യുന്ന എഫ് ഓഫ് എക്സ് പ്ലസ് ടി മൈനസ് എഫ് ഓഫ് എക്സ് ബൈ ടിയുടെ വാല്യൂസൊക്കെ കാണുക, അതിൻ്റെ സുപ്രീമം. പിന്നീട് എച്ച് വേറെ ഇങ്ങനെ വേരി ചെയ്തുകൊണ്ടിരിക്കും. ആ ഓരോ എച്ചിന് കറസ്പോണ്ടിങ് ആയിട്ടും എന്ത് കാണുക? എഫ് ഓഫ് എക്സ് പ്ലസ് ടി മൈനസ് എഫ് ഓഫ് എക്സ് ബൈ ടിയുടെ സുപ്രീമം ഓവർ ടിയിൽ കാണുക. അങ്ങനെ എച്ച് 0 ടെൻഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആ ലിമിറ്റിംഗ് വാല്യൂ എന്താണോ അതാണ് അപ്പർ ഡെറിവേറ്റീവ്. ലോവർ ഡെറിവേറ്റീവോ ഇതുപോലെ തന്നെ എച്ച് 0 ടെൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓരോ എച്ചിൻ്റെ കേസിലും നമ്മൾ ഈ എഫ് ഓഫ് എക്സ് പ്ലസ് ടി മൈനസ് എഫ് ഓഫ് എക്സ് ബൈ ടി കാണുമ്പം ഉണ്ടാകുന്ന ഇൻഫിമം വാല്യൂ എടുക്കുക. ആ ഇൻഫിമത്തിൻ്റെ ലിമിറ്റ് ആസ് എച്ച് ടെൻഡ്സ് ടു 0 പോകുമ്പം ഈ ഇൻഫിമങ്ങൾ എങ്ങോട്ടാണോ അപ്രോച്ച് ചെയ്യുന്നത് അതാണ് അതിൻ്റെ ലോവർ ഡെറിവേറ്റീവ്. ഓക്കെ, ഈ അപ്പർ ഡെറിവേറ്റീവും ലോവർ ഡെറിവേറ്റീവും തമ്മിൽ ഓൾവേസ് നമുക്കറിയാവുന്ന പോലെ തന്നെ എപ്പോഴും ഡി ബാർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഡി ലോവർ ബാർ ആയിരിക്കും. ഓക്കെ, എന്നാൽ ഇത് ഈക്വൽ ആവുന്ന കേസ്, ഈക്വൽ ആൻഡ് ദേ ആർ ഫൈനൈറ്റ്, ആ കേസിലാണ് നമ്മൾ എന്ത് പറയുക? എഫ് ഡിഫറൻഷ്യബിൾ ആണ് എന്ന് പറയും. അതിൻ്റെ വാല്യൂ ഡെറിവേറ്റീവ് എഫ് ഡാഷ് ഓഫ് എക്സ് എന്ന് ആ കോമൺ വാല്യൂവിനെ നമ്മൾ ഡിഫൈൻ ചെയ്യും. നമുക്കൊരു ലെമ്മ നോക്കാം. ലെറ്റ് എഫ് ബി എൻ ഇൻക്രീസിംഗ് ഫംഗ്ഷൻ ഓൺ ക്ലോസ്ഡ് ബൗണ്ടഡ് ഇൻ്റർവൽ എ ബി, then for each alpha greater than 0 m star of x in a b d bar of f of x greater than or equal to alpha less than or equal to 1 by alpha into f of b minus f of a, and m star of x in a b d bar of f of x equal to infinity equal to 0. ഇതിൽ ഈ ഒരു ഭാഗം കാണിക്കാനാണ് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുള്ളത്. ബാക്കിയുള്ളത് നമുക്ക് ഈസി ആയിട്ട് കാണിക്കാം. അപ്പം നമ്മൾ എഫ് ഇൻക്രീസിങ് ഫംഗ്ഷൻ ആണ് ഓൺ ക്ലോസ്ഡ് ആൻഡ് ബൗണ്ടഡ് ഇൻ്റർവെൽ എ ബിയിൽ എഫ് ഇൻക്രീസിങ് ആണ് എന്നുള്ള അസംഷൻ എടുത്തു. ഒരു ആൽഫ, ലെറ്റ് ആൽഫ ഗ്രേറ്റർ ദാൻ 0. നമുക്ക് ഈ ഒരു ഇക്വാളിറ്റിയാണ് പ്രൂവ് ചെയ്യേണ്ടത് ഫസ്റ്റ്. അപ്പം ഈ ഒരു സെറ്റിനെ ഞാൻ ഇ ആൽഫ എന്ന് ഡിനോട്ട് ചെയ്യാണ്. ഫോർ ഈച്ച് ആൽഫ ഞാൻ എടുത്തു കഴിഞ്ഞാൽ ഇ ആൽഫ എക്സ് ഇൻ എ ബി സച്ച് ദാറ്റ് ഡി ബാർ ഓഫ് എഫ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആൽഫ എന്നുള്ള സെറ്റിനെ ഇ ആൽഫ എന്ന് ഡിഫൈൻ ചെയ്തു. എങ്ങനെയാണ് നമുക്ക് കാണിക്കേണ്ടത്? എം സ്റ്റാർ ഓഫ് ഇ ആൽഫ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ബൈ ആൽഫ ഇൻറ്റു എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ ആണ്. അപ്പോൾ ആൽഫ ഗ്രേറ്റർ ദാൻ 0 ഞാൻ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എന്ത് അറിയാം? 0 ആൽഫ എന്ന് പറയുന്ന ഇൻ്റർവെൽ ഉണ്ടാവും അല്ലേ? ആ 0 ആൽഫ എന്ന ഇൻ്റർവെല്ലിൽ നിന്ന് എനിക്ക് ആൽഫ ഡാഷ് ചൂസ് ചെയ്യാൻ പറ്റും. ആൻഡ് ലെറ്റ് എഫ് ബി ദ കളക്ഷൻ ഓഫ് ക്ലോസ്ഡ് ബൗണ്ടഡ് ഇൻ്റർവെൽ സി ഡി കണ്ടെയ്ൻഡ് ഇൻ എ ബി ഫോർ വിച്ച് എഫ് ഓഫ് ഡി മൈനസ് എഫ് ഓഫ് സി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആൽഫ ഡാഷ് ഇൻറ്റു ഡി മൈനസ് സി. എന്തുകൊണ്ടാണ്? ആൽഫ ഡാഷ് ഗ്രേറ്റർ ദാൻ 0 ആണ്. ആൽഫ ഡാഷ് എനിക്ക് എങ്ങനെ ആയാലും എന്ത് ചൂസ് ചെയ്യാൻ പറ്റും? എഫ് എന്ന് ഒരു ഇൻ്റർവെൽ എ ബിയിൽ ഇത് ഡിഫൈൻ ചെയ്യാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിലായിട്ട് ഒരു സി ഡി എന്ന് പറയുന്ന ഒരു ഇൻ്റർവെൽ ചൂസ് ചെയ്യാം. എഫ് ഓഫ് ഡി മൈനസ് എഫ് ഓഫ് സി ദാറ്റ്സ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ 0 കാരണം എഫ് ഇൻക്രീസിങ് ആണ്. അപ്പോൾ എഫ് ഓഫ് ഡി മൈനസ് എഫ് ഓഫ് സി ഡിവൈഡഡ് ബൈ ഡി മൈനസ് സി
ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആൽഫ ഡാഷ് ആവുന്ന രീതിയിൽ എനിക്കൊരു ആൽഫ ഡാഷ് ചൂസ് ചെയ്യാൻ പറ്റും. ഇറ്റ്സ് പോസിബിൾ അല്ലേ? കാരണം ഇതൊക്കെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണ് വരിക. അത് മാത്രമല്ല ഡി ബാർ ഓഫ് എഫ് ഓഫ് എക്സ്, ഓക്കെ, നമ്മൾ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആൽഫ ആയിട്ടാണ് ചൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിനേക്കാൾ വലിയ, അതായത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആൽഫ എഫ് ഓഫ്, നമ്മൾ ഏതൊരു വാല്യൂ എടുത്തു കഴിഞ്ഞാൽ എഫ് ഓഫ് എക്സ് പ്ലസ് ടി അല്ല, ഡി ബാർ ഓഫ് എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ ടി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആൽഫയാണ്. ആൽഫ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആൽഫ ഡാഷ് ആണ്. അപ്പോൾ ഇങ്ങനെ ഒരു ആൽഫ ഡാഷ് എനിക്ക് ചൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു ആൽഫ ഡാഷ് ഞാൻ ചൂസ് ചെയ്തു. എന്താ, സി ഡി എന്ന് പറയുന്ന ഒരു ഇൻ്റർവൽ എ ബിയുടെ ഉള്ളിൽ ഉണ്ടാവും, സച്ച് ദാറ്റ് എഫ് ഓഫ് ഡി മൈനസ് എഫ് ഓഫ് സി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആൽഫ ഡാഷ് ഇൻറ്റു ഡി മൈനസ് സി. ഈ ആവുന്ന രീതിയിൽ ഞാൻ ഇൻ്റർവെൽസ് ചൂസ് ചെയ്തു. അങ്ങനെയുള്ള എല്ലാ പോസിബിൾ ഇൻ്റർവെൽസിൻ്റെയും കളക്ഷനായിട്ട് ഞാൻ എഫിനെ എടുക്കുകയാണ്. അങ്ങനെയാണ് ഡി ബാർ ഓഫ് എഫ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആൽഫ ഓൺ ഇ ആൽഫ ആണല്ലോ. അതുകൊണ്ട് എഫ് ഇതിൻ്റെ ഒരു വിറ്റാലി കവർ ആയിരിക്കും. എങ്ങനെ പറയാം? ഡി ബാർ ഓഫ് എഫ് ഇ ആൽഫ, എക്സ് ബിലോങ്സ് ടു ഇ ആൽഫ, ഇ ആൽഫയുടെ വിറ്റാലി കവർ ആണെന്നാണ് പറയേണ്ടത്. അപ്പോൾ എക്സ് ബിലോങ്സ് ടു ഇ ആൽഫ എടുത്തു. എക്സ് ഇ ആൽഫയിലുള്ള ആളാണെങ്കിൽ ഡി ബാർ ഓഫ് എഫ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആൽഫയാണ് എന്നറിയാം. എന്താ ഡി ബാർ ഓഫ് എഫ്? ദറ്റ് ഈസ് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 സുപ്രീമം ഓവർ ടി മോഡുലസ് ഓഫ് അല്ല എഫ് ഓഫ് എക്സ് എക്സ് പ്ലസ് ടി മൈനസ് എഫ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ ടി വിച്ച് ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആൽഫയാണ് എന്ന് പറഞ്ഞു. ഇതിൻ്റെ സുപ്രീമം, ഇതിൻ്റെ ലിമിറ്റ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആൽഫയാണ്. അതായത് സുപ്രീമം ആൽഫനേക്കാൾ വലുതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? ഓക്കെ, നമുക്ക് അവിടുത്തെ എലമെൻറ്റ്സ് ഇത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആൽഫയാണ് എന്ന് പറയാം. അപ്പം ലിമിറ്റ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആൽഫയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിന് ഈ എക്സ് ബിലോങ്, ഓക്കെ, അപ്പം എക്സ് ബിലോങ്സ് ടു ഇ ആൽഫ നമ്മൾ ചൂസ് ചെയ്താൽ, വൺസ് മോർ ഐ റിപ്പീറ്റ്, എക്സ് ബിലോങ്സ് ടു ഇ ആൽഫ ചൂസ് ചെയ്തു. അതായത് ഡി ബാർ ഓഫ് എഫ് ഗ്രേറ്റർ ദാൻ ഓർ എഫ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആൽഫയാണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? വിച്ച് ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആൽഫ ഡാഷ്. അപ്പോൾ എന്ത് പറയാൻ പറ്റും? നമുക്ക് ഈ ഒരു സെറ്റിലെ ഒരു എലമെൻറ്റ് എഫ് ഓഫ് എക്സ് പ്ലസ് ടി മൈനസ് എഫ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ ടി എന്ന് പറയുന്നതാണല്ലോ എലമെൻറ്റ്. ഈ ഒരു എലമെൻറ്റ്, ആ എലമെൻറ്റിനെ ഞാൻ ഡി സി ഡി എന്ന് പറയുന്ന ഇൻ്റർവെല്ലിലായിട്ട് എഴുതാണ്. എക്സ് പ്ലസ് ടിക്ക് പകരം, എക്സിന് പകരം സിയും ഡിയും ഞാൻ ചൂസ് ചെയ്താൽ എനിക്ക് എന്ത് പറയാം? ആൻഡ് ദിസ് ഇസ് ഡി മൈനസ് സി. ആ ഇൻ്റർവെൽ ലെങ്ത് ആണല്ലോ പിന്നെ എക്സ് പ്ലസ് ടി മൈനസ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നതാണ് ടി. അപ്പോൾ ഇൻ്റർവെൽ ലെങ്ത്, അപ്പോൾ അങ്ങനെ ഒരു ഇൻ്റർവെൽ കിട്ടും വിച്ച് ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഡി മൈനസ് സി. അപ്പം അതിൻ്റെ ഉള്ളിൽ എക്സ് എന്ന് പറയുന്ന എക്സ് പ്ലസ് ടീൻ്റെ ഇടയിൽ അതുപോലെ ഇതിനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു ഇൻ്റർവെൽ കിട്ടും സാറ്റിസ്ഫൈങ് എഫ് ഓഫ് ഡി മൈനസ് എഫ് ഓഫ് സി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആൽഫ ഡാഷ് ഇൻറ്റു ഡി മൈനസ് സി. എന്തുകൊണ്ടാണ്? ഡി ബാർ ഓഫ് എഫ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആൽഫയാണ്, അതായത് സുപ്രീമം ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആൽഫയാണ്. അപ്പോൾ ആ ഒരു ക്വാണ്ടിറ്റീനെ കണ്ടെയ്ൻ ചെയ്യുന്ന രീതിയിൽ നമുക്കിങ്ങനെ ഒരു ഇൻ്റർവെൽ കിട്ടും. അപ്പം ഏതൊരു എക്സ് ഇതെടുത്തു കഴിഞ്ഞാലും ഇങ്ങനെ ഒരു സി ഡി എന്ന് പറയുന്ന ഒരു ഇൻ്റർവെൽ ഈ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നത്, അതിനെ കണ്ടെയ്ൻ ചെയ്യുന്നതായിട്ട് അവിടെ ഉണ്ടാവും. അതായത് എഫ് അതിൻ്റെ ഒരു വിറ്റാലി കവറാണ് എന്ന് പറയും. നൗ വിറ്റാലി കവർ, എഫ് അതിൻ്റെ ഒരു വിറ്റാലി കവറാണ്. അതുകൊണ്ട് തന്നെ വിറ്റാലി കവറിംഗ് ലെമ്മ പ്രകാരം നമ്മൾ എന്താ പറഞ്ഞത്? ഒരു ഡിസ്ജോയിൻറ്റ്, ഫൈനൈറ്റ് ഡിസ്ജോയിൻറ്റ് സബ് കളക്ഷൻ സി കെ ഡി കെ എന്ന് പറയുന്ന കളക്ഷൻ ഓഫ് ഇൻ്റർവെൽസ്. ഇതിൽ ഐ എന്ന് പറയുന്ന നമ്മൾ പറഞ്ഞിരുന്നു ഫൈനൈറ്റ് ഡിസ്ജോയിൻ്റ് ആയിട്ടുള്ള സബ് ഇൻ്റർവെൽസ് ഉണ്ടാവും. സച്ച് ദാറ്റ് എം സ്റ്റാർ ഓഫ് ഇ ആൽഫ മൈനസ് യൂണിയൻ കെ ഈക്വൽ ടു 1 to n സി കെ ഡി കെ ലെസ് ദാൻ എപ്സിലോൺ. നമ്മൾ ചൂസ് ചെയ്യുന്ന എപ്സിലോണിനേക്കാൾ ചെറുതായിട്ട് ഇങ്ങനെ ഒരാളുണ്ടാവുമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബൈ വിറ്റാലി കവറിംഗ് ലെമ്മ. നൗ ഇ ആൽഫ എന്ന് പറയുന്നത് യൂണിയൻ കെ ഈക്വൽ ടു 1 to n സി കെ ഡി കെ യൂണിയൻ ഇ ആൽഫ മൈനസ് യൂണിയൻ കെ ഈക്വൽ ടു 1 to n സി കെ ഡി കെ എന്ന് പറയാം അല്ലേ? ഇ ആൽഫയെന്ന് ഒരു ക്വാണ്ടിറ്റി റിമൂവ് ചെയ്തു, ആ ക്വാണ്ടിറ്റീനെ നമ്മളിവിടെ വീണ്ടും ആഡ് ചെയ്തു, ചേർത്തു. അപ്പോൾ ഇത് രണ്ടും ഡിസ്ജോയിൻറ്റ് യൂണിയൻ ആണ്. ഓക്കെ, അപ്പം അങ്ങനെയാണെങ്കിൽ എം സ്റ്റാർ ഫൈനൈറ്റ് ഔട്ടർ മെഷറിൻ്റെ സബ് അഡിറ്റീവ് പ്രകാരം നമുക്ക് എന്ത് പറയാം? ഇതിൻ്റെ എം സ്റ്റാർ ഓഫ് ഇ ആൽഫ എന്ന് പറയുന്നത് ഇതിൻ്റെ യൂണിയൻ ആയിട്ട് നമ്മൾ ഈ സെറ്റിന് എഴുതിയിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ മെഷറുകളുടെ സമ്മായിരിക്കും എന്ന് പറയും അല്ലേ? അതായത് എം സ്റ്റാർ ഓഫ് ഇ ആൽഫനെ എങ്ങനെ എഴുതാം? ദറ്റ് ഈസ് എം സ്റ്റാർ ഓഫ് ഇ ആൽഫ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം സ്റ്റാർ ഓഫ് യൂണിയൻ സി കെ ഡി കെ പ്ലസ് എം സ്റ്റാർ ഓഫ് ഇ ആൽഫ മൈനസ് യൂണിയൻ സി കെ ഡി കെ എന്ന് എഴുതാം.
യൂണിയൻ സി കെ ഡി കെ, അതായത് ഇൻ്റർവെൽസിൻ്റെ യൂണിയൻ ആണ്. അതിൻ്റെ ഔട്ടർ മെഷർ എന്താ? സിഗ്മ കെ ഈക്വൽ ടു 1 to n ഡി കെ മൈനസ് സി കെ. അല്ല, ഇൻ്റർവെല്ലിൻ്റെ ലെങ്ത് ആണ് അതിൻ്റെ മെഷർ. അപ്പം കെ ഈക്വൽ ടു 1 to n ഡി കെ മൈനസ് സി കെ എന്ന് എഴുതാം. പ്ലസ് ഇതിൻ്റെ മെഷർ എന്താണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ മെഷർ ലെസ് ദാൻ എപ്സിലോൺ ആണ്. സോ പ്ലസ് എപ്സിലോൺ. ഇത് ഡിസ്ജോയിൻ്റ് ആയതുകൊണ്ട് നമുക്ക് ഫൈനൈറ്റ് ആയതുകൊണ്ട് ഇക്വാലിറ്റി തന്നെ കൊടുക്കാം. ഇത് ലെസ് ദാൻ എപ്സിലോൺ ആകുമ്പോൾ ഇത് ലെസ് ദാൻ എപ്സിലോൺ എന്ന് വരും. ഓക്കെ, വിച്ച് ഇസ് ഈക്വൽ ടു എന്ന് തന്നെ പറഞ്ഞു കൊടുക്കാം കേട്ടോ. അതായത് എം സ്റ്റാർ ഓഫ് ഇ ആൽഫ ഈക്വൽ ടു ഇറ്റ്സ് നോട്ട് എ സബ്സെറ്റ് ആണല്ലോ, സോറി, ലെസ് ദാൻ ഓർ ഈക്വൽ ടു തന്നെ. എം സ്റ്റാർ ഓഫ് ഇ ആൽഫ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം സ്റ്റാർ ഓഫ് യൂണിയൻ കെ ഈക്വൽ ടു 1 to n സി കെ ഡി കെ പ്ലസ് എം സ്റ്റാർ ഓഫ് ഇ ആൽഫ മൈനസ് യൂണിയൻ കെ ഈക്വൽ ടു 1 to n സി കെ ഡി കെ എന്ന് എഴുതാം. എം സ്റ്റാർ ഓഫ് യൂണിയൻ കെ ഈക്വൽ ടു 1 to n സി കെ ഡി കെ എന്ന് പറയുന്നത് ഇൻ്റർവെൽസിൻ്റെ യൂണിയൻ ആണ്. അപ്പോൾ അതിൻ്റെ മെഷർ എന്ന് പറയുന്നത് ഓരോ ഇൻ്റർവെല്ലിൻ്റെയും ലെങ്ത്തുകളുടെ സമ്മാണ്. ദാറ്റ് ഈസ് സിഗ്മ കെ ഈക്വൽ ടു 1 to n സി ഡി കെ മൈനസ് സി കെ എന്ന് വരും. ഓക്കെ, ഇതിൻ്റെത് ഇതെന്താണ്? ഇത് ലെസ് ദാൻ എപ്സിലോൺ. ഓക്കെ, ഇനി സിഗ്മ കെ ഈക്വൽ ടു 1 to n ഡി കെ മൈനസ് സി കെ. നമ്മുടെ ചോയ്സ് പ്രകാരം ഓരോ സി ഈ ലെഫ്റ്റിലുള്ള ഓരോ ആളുകളും എഫ് ഓഫ് ഡി മൈനസ് എഫ് ഓഫ് സി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആൽഫ ഡാഷ് ഇൻറ്റു ഡി മൈനസ് സി ആണ്. അതായത് ഡി മൈനസ് സി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 by ആൽഫ ഡാഷ് ഇൻറ്റു എഫ് ഓഫ് ഡി മൈനസ് എഫ് ഓഫ് സി ആണ്. അപ്പോൾ ഡി കെ മൈനസ് സി കെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 എന്ത് വരും? ഡി കെ മൈനസ് സി കെ ഇവിടുന്ന് കേട്ടോ. ഡി കെ മൈനസ് സി കെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 by ആൽഫ ഡാഷ് ഇൻറ്റു എഫ് ഓഫ് ഡി കെ മൈനസ് എഫ് ഓഫ് സി കെ. അങ്ങനെ സിഗ്മ സമ്മേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ സമ്മേഷൻ അപ്ലൈ ചെയ്യും. ആൽഫ ഡാഷ് കോൺസ്റ്റൻ്റ് ആയ 1 by ആൽഫ ഡാഷിന് പുറത്തെടുക്കാം. അപ്പോൾ 1 by ആൽഫ ഡാഷ് ഇൻറ്റു സിഗ്മ കെ ഈക്വൽ ടു 1 എഫ് ഓഫ് ഡി കെ മൈനസ് എഫ് ഓഫ് സി കെ പ്ലസ് ദിറ്റ്സ് എപ്സിലോൺ. ഓക്കെ, അപ്പോൾ എം സ്റ്റാർ ഓഫ് ഇ ആൽഫ നമുക്ക് എങ്ങനെ കിട്ടി? 1 by ആൽഫ ഡാഷ് ഇൻറ്റു സിഗ്മ കെ ഈക്വൽ ടു 1 to n എഫ് ഓഫ് ഡി കെ മൈനസ് എഫ് ഓഫ് സി കെ പ്ലസ് എപ്സിലോൺ കിട്ടി. ഇനി എഫ് ഇൻക്രീസിങ് ഓൺ എ ബി ആണ്. സി കെ ഡി കെ എന്ന് പറയുന്നത് ഡിസ്ജോയിൻറ്റ് കളക്ഷൻ ഓഫ് സബ് ഇൻ്റർവെൽസ് ഇൻ എ ബി ആണ്. സോ സിഗ്മ കെ ഈക്വൽ ടു 1 to n എഫ് ഓഫ് ഡി കെ മൈനസ് എഫ് ഓഫ് സി കെ നമുക്ക് എങ്ങനെ പറയാം? നമ്മുടെ ഓക്കെ, എഫ് ഇൻക്രീസിങ് ഫംഗ്ഷൻ ആണ് അല്ലേ. എ ബി എന്ന് പറയുന്ന ഇൻ്റർവെല്ലിൽ ഒരു ഇൻക്രീസിങ് ഫംഗ്ഷൻ ആണ്. ഇപ്പോൾ ഡി കെയും സി കെയും ഒക്കെ എവിടെ ഉള്ളത്? അതിൻ്റെ ഉള്ളിലുള്ള ഡിസ്ജോയിൻ്റ് ആയിട്ടുള്ള ഫൈനൈറ്റ് ഇൻ്റർവെൽസ് ആണ്. അപ്പോൾ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന വാല്യൂസുകളുടെ ഡിഫറൻസുകളുടെ സമ്മ് എന്ന് പറയുന്നത് ഇതിൻ്റെ മാക്സിമം മിനിമം ആയിട്ട് വരുന്ന ഇതിൻ്റെ ഇൻക്രീസിങ് ഫംഗ്ഷൻ ആണ് എഫ് ഓഫ് ബി മാക്സിമം എഫ് ഓഫ് എ. അപ്പോൾ മാക്സിമം ഇതിന് വരാവുന്ന വാല്യൂ എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ ആണ് അല്ലേ. അപ്പോൾ ഇത് ഇൻക്രീസിങ് ഫംഗ്ഷൻ ആയതുകൊണ്ട് തന്നെ എഫ് ഓഫ് ഡി കെ എഫ് ഓഫ് സി കെ എന്ന് പറയുന്നതും റേഞ്ച് സെറ്റിലെ ഇൻ്റർവെൽസ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇതിൻ്റെ റേഞ്ച് സെറ്റിനെ നമ്മൾ എഴുതി കഴിഞ്ഞാലും നമുക്ക് കിട്ടുക എഫ് ഓഫ് എ എഫ് ഓഫ് ബി ആണ്. ഈ ഓരോ എഫ് ഓഫ് സി കെകളും എഫ് ഓഫ് ഡി കെകളും ഇവിടെയുള്ള ഓരോരോ ഇൻ്റർവെൽസ് ആണ് അല്ലേ റേഞ്ച് സെറ്റിനെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ഈ റേഞ്ച് സെറ്റിലെ കുറേ ആളുകളുടെ സമ്മാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഇതിൻ്റെ എൻ പോയിൻ്റ് ടോട്ടൽ ലെങ്ത് ആണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ ഇയാൾ എന്തായിരിക്കും? ലെസ്സർ ആയിരിക്കും. സോ സിഗ്മ കെ ഈക്വൽ ടു 1 to n എഫ് ഓഫ് ഡി കെ മൈനസ് എഫ് ഓഫ് സി കെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എഴുതാം. എന്തുകൊണ്ട്? ദിസ് ഇസ് എൻ ഇൻക്രീസിങ് ഫംഗ്ഷൻ. അതുകൊണ്ട് അല്ലാതെ നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. അപ്പോൾ ഫോർ ഈച്ച് എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 ഈച്ച് ആൽഫ ഡാഷ് ഗ്രേറ്റർ ദാൻ 0 എം സ്റ്റാർ ഓഫ് ഇ ആൽഫ ഇപ്പോൾ എന്തായി? 1 by ആൽഫ ഡാഷ് ഇൻറ്റു എഫ് സിഗ്മ ഇതിനെ നമ്മൾ എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ പ്ലസ് എപ്സിലോൺ എഴുതി. ഏത് ആൽഫ ഡാഷ് 0 ആൽഫയിലുള്ള ഏത് ആൽഫ ഡാഷിനും ഇത് ബാധകമാണ്. ഇൻ പെർട്ടിക്കുലർ 1 by ആൽഫക്കും അപ്പോൾ എന്തായിരിക്കും? എല്ലാ ആൽഫ ഡാഷിനും ഇതിലുള്ള ഏത് ആൽഫ ഡാഷിനും ഇത് ബാധകമെന്ന് പറഞ്ഞാൽ ലെസ് ദാൻ നമുക്ക് എന്ത് എഴുതാം? 1 by ആൽഫിനെ കൊണ്ട് റീപ്ലേസ് ചെയ്യാം. കൂടാതെ എപ്സിലോൺ എന്ന് പറയുന്നത് ആർബിട്രറി ആയതുകൊണ്ട് വിച്ച് ഇസ് ലെസ് ഈക്വൽ ടു എം സ്റ്റാർ ഓഫ് ഇ ആൽഫ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 by ആൽഫ ഇൻറ്റു എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ എന്ന് റീപ്ലേസ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് 7th ഇക്വാലിറ്റി ട്രൂ ആണെന്ന് കാണിച്ചു. ഇനി നമുക്ക് 8th one ആണ് കാണിക്കേണ്ടത്. എം സ്റ്റാർ ഓഫ് എക്സ് ഇൻ എ ബി ഡി ബാർ ഓഫ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഇൻഫിനിറ്റി ഈക്വൽ ടു 0 എന്നാണ് പറയേണ്ടത്. അപ്പോൾ എം സ്റ്റാർ ഓഫ് എക്സ് ഇൻ എ ബി ഡി ബാർ ഓഫ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഇൻഫിനിറ്റി. അപ്പോൾ എക്സ് ഇൻ എ ബി ഡി ബാർ ഓഫ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഇൻഫിനിറ്റി എന്ന് പറയുന്ന സെറ്റ് ഇ എന്നിൻ്റെ സബ്സെറ്റ് ആണ്. എന്താണ് ഇ എൻ? ഇ എൻ എന്ന് പറയുന്നത് എക്സ് ഇൻ എ ബി സച്ച് ദാറ്റ് ഡി ബാർ ഓഫ് എഫ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എൻ അല്ലേ. അപ്പോൾ ഡി ബാർ ഓഫ് എഫ് ഓഫ് എക്സ് ഇ എൻ ഇ വൺ എന്ന് പറയുമ്പം ഡി ബാർ ഓഫ് എഫ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 അല്ലേ. ഇൻഫിനിറ്റി എന്ന് പറയുന്നത് 1നേക്കാൾ വലിയൊരു വാല്യൂ ആണ്. അപ്പോൾ അത്
ഈ വണ്ണിൻ്റെ സബ്സെറ്റ് ആയിരിക്കും. അതുപോലെ ഡി ബാർ ഓഫ് എഫ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 വലിയൊരു നമ്പറാണ് ഇൻഫിനിറ്റി എന്നുള്ളത്, ഇതിൻ്റെ സബ്സെറ്റ് ആയിരിക്കും. അപ്പോൾ ഈ സെറ്റ് ഡി ബാർ ഓഫ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഇൻഫിനിറ്റി എന്ന് പറയുന്നത് E1 E2 ഇവിടെയൊക്കെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആണ് വരുന്നത്. അപ്പോൾ 1 കൂടുതലാണ്, 2 കൂടുതലാണ് ഇൻഫിനിറ്റി. അങ്ങനെ ഏതെന്നെ നമ്മൾ എടുത്തു കഴിഞ്ഞാലും അതിനേക്കാളൊക്കെ കൂടുതലാണ് എന്നുള്ളതുകൊണ്ട് ഇത് ഏത് ENൻ്റെയും സബ്സെറ്റ് ആയിരിക്കും. ഓക്കെ, ഏത് സബ്സെറ്റ് ഓഫ് EN ഫോർ എവറി n. അപ്പോൾ എം സ്റ്റാർ എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം സ്റ്റാർ ഓഫ് EN ആയിരിക്കും. എന്താ എം സ്റ്റാർ ഓഫ് EN ഫോർ ഫൈനൈറ്റ് ആയിട്ടുള്ള, നമ്മൾ എം സ്റ്റാർ ഓഫ് EN ഡിഫൈൻ ചെയ്തിട്ടുണ്ട്, വിച്ച് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1/α ഇൻറ്റു എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ. ഇവിടെ EN ആയതുകൊണ്ട് 1/n ഇൻറ്റു എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ അറിയാം, വിച്ച് ഇസ് ടെൻസ് ടു 0 അല്ലേ. 1/n ഫോർ എവറി n എന്ന് പറയുന്നത് കൊണ്ട് ഇത് 0യിലോട്ട് പോകും. സോ എം സ്റ്റാർ ഓഫ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മെഷർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് കിട്ടും. മെഷർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 പറഞ്ഞാൽ മെഷർ ഈക്വൽ ടു 0, നെഗറ്റീവ് ആവില്ല. സോ അതും പ്രൂവ് ചെയ്യാം. നെക്സ്റ്റ് ലബേക്ക് തിയറം ആണ് പറയുന്നത്. If the function f is monotone on open interval ab, then it is differentiable almost everywhere on ab. ഓക്കെ, ലബേക്ക് തിയറം എന്ന് ചോദിച്ചാൽ നിങ്ങൾ ഇത് എഴുതേണ്ടത്, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ ഒക്കെ ലബേക്ക് വെച്ചിട്ട് ഓരോ തിയറംസ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളോരോ എന്തെങ്കിലും കോണ്ടെക്സ്റ്റ് പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ അവിടെ ഉള്ളത് നമുക്ക് പിന്നീട് പറയാം. അപ്പോൾ ലബേക്സ് തിയറം, if the function f is monotone on open interval ab, then it is differentiable almost everywhere on ab. ഓക്കെ, എഫ് ഒരു മൊണോട്ടോൺ ഫംഗ്ഷൻ ആണെങ്കിൽ, ഒരു ഓപ്പൺ ഇൻ്റർവൽ എ ബിയിൽ മൊണോട്ടോൺ ഫംഗ്ഷൻ ആണെങ്കിൽ അത് ഡിഫറൻഷ്യബിൾ ഓൾമോസ്റ്റ് എവ്രിവെയർ ഡിഫറൻഷ്യബിൾ ആയിരിക്കും എന്നാണ് പറയുന്നത്. അതായത് ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യാത്ത പോയിൻറ്റ്സിൻ്റെ കളക്ഷൻ്റെ മെഷർ 0 ആയിരിക്കും. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ എഫ് ഇൻക്രീസിങ് ആണ് എന്ന അസംഷൻ എടുക്കുകയാണ്. മൊണോട്ടോൺ എന്ന് പറഞ്ഞാൽ ഇതർ ഇൻക്രീസിങ് ഓർ ഡിക്രീസിങ്. ഇൻക്രീസിങ്ങിന് പറഞ്ഞാൽ മതി, ഡിക്രീസിങ്ങിന് നമുക്കതുപോലെ തിരിച്ച് പറയാൻ പറ്റും. ഫർദർമോർ അസ്യൂം എ ബി ഇസ് ബൗണ്ടഡ്. എ ബി ബൗണ്ടഡ് ആണ് എന്നുള്ളത് അസംഷൻ എടുക്കുക. എ ബി ബൗണ്ടഡ് അല്ല എങ്കിൽ നമുക്ക് എ ബീനെ ബൗണ്ടഡ് ഇൻ്റർവെൽസിൻ്റെ യൂണിയൻ ആയിട്ട് എഴുതാൻ പറ്റും. ആ ഓരോ ബൗണ്ടഡ് ഇൻ്റർവെൽസിലും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ ജനറലൈസ് ചെയ്ത് നമുക്ക് അൺബൗണ്ടഡ് ഇൻ്റർവെൽസിലേക്കും പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് എ ബി ബൗണ്ടഡ് ആണ് എന്നുള്ള അസംഷനും കൂടി എടുക്കുന്നുണ്ട്. ഇനി നമുക്ക് കാണിക്കേണ്ടത് എഫ് ഡിഫറൻഷ്യബിൾ ഓൾമോസ്റ്റ് എവ്രിവെയർ എന്നാണ്. അപ്പോൾ ദ സെറ്റ് പോയിൻറ്റ്സ് എക്സ് ഇൻ എ ബി വിച്ച് എഫ് ഡിഫറൻഷ്യബിൾ അല്ലാത്ത പോയിൻറ്റ്സിൻ്റെ കളക്ഷനാണ് ഞാനിവിടെ എടുക്കുന്നത്. എഫ് ഡിഫറൻഷ്യബിൾ അല്ല എന്ന് പറയുമ്പോൾ അവിടെ അപ്പർ ഡെറിവേറ്റീവും ലോവർ ഡെറിവേറ്റീവും ഡിഫറെൻ്റ് ആയിരിക്കും. സ്ട്രിക്റ്റ് ഇനീക്വാളിറ്റി അവിടെ സാറ്റിസ്ഫൈ ചെയ്യും. അപ്പോൾ അതിൻ്റെ രണ്ടും ഡിഫറെൻറ്റ് നമ്പർ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ഇടയിൽ റാഷണൽ നമ്പേഴ്സും ഇറാഷണൽ നമ്പേഴ്സും ഒക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിലുള്ള റാഷണൽ നമ്പേഴ്സ് ഞാൻ ചൂസ് ചെയ്യണം. അപ്പോൾ ഈ ആൽഫ എ ബി എന്ന് പറയുന്ന കളക്ഷൻ ഞാൻ എടുക്കുന്നത് അപ്പർ ഡെറിവേറ്റീവും ലോവർ ഡെറിവേറ്റീവും ഡിഫറെൻ്റ് ആണ്. അതിൻ്റെ ഇടയിലുള്ള രണ്ട് റാഷണൽ നമ്പേഴ്സ് വെച്ചിട്ട് ഞാൻ ഡെൻസിറ്റി തിയറം ഉണ്ട്, റിയലത് റാഷണൽസ് ഡെൻസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇത് വെച്ച് തന്നെ പറഞ്ഞാൽ മതി. ഇപ്പോൾ ഡി ബാർ ഓഫ് എഫ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ആൽഫ ഗ്രേറ്റർ ദാൻ ബീറ്റ ഗ്രേറ്റർ ദാൻ ഡി ബാർ എഫ് ഓഫ് എക്സ് എന്നുള്ള രീതിയിൽ ഈ ആൽഫ ബീറ്റ ഓരോ റാഷണൽ നമ്പർ ഇതിൻ്റെ ഇടയിലുള്ള ഓരോ റാഷണൽ നമ്പേഴ്സ് ഞാനിങ്ങനെ ചൂസ് ചെയ്ത് കഴിഞ്ഞാലും എനിക്ക് ഈ ആൽഫ എ ബി എന്ന് പറയുന്ന സെറ്റ് കിട്ടും. അപ്പോൾ ഈ ആൽഫ എ ബികൾ എത്ര എണ്ണം ഉണ്ടാവും? അത് കൗണ്ടബിൾ എണ്ണം ഉണ്ടാവും. കാരണം ആൽഫയും ബീറ്റ ഒക്കെ റാഷണൽസ് ആണ് അല്ലേ. അപ്പോൾ ക്യൂ ക്രോസ് ക്യൂ എന്നുള്ള കളക്ഷൻസിൻ്റെ സബ്സെറ്റ് ആയിട്ടേ നമുക്ക് വരുള്ളൂ. അപ്പോൾ അത് കൗണ്ടബിൾ ആണ്. അപ്പോൾ ഈ കളക്ഷൻ കൗണ്ടബിൾ ആണ്. ഇനി നമുക്ക് ഈ ഓരോ ഈ ആൽഫ എ ബിയുടെയും മെഷർ 0 ആണെന്ന് കാണിച്ചു കഴിഞ്ഞാൽ എന്തായി? കൗണ്ടബിൾ മെഷർ 0 ആയിട്ടുള്ള കൗണ്ടബിൾ കളക്ഷനാണ്. അപ്പം ടോട്ടൽ ഈ ആൽഫ യൂണിയൻ ഈ ആൽഫ എ ബികളുടെ മെഷർ 0 ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഡിഫറൻഷ്യബിൾ അല്ലാത്ത പോയിൻറ്റ്സിൻ്റെ കളക്ഷൻ്റെ മെഷർ 0 ആണെന്ന് പറയും. അപ്പോൾ നമ്മുടെ എയിം ഇത് റാഷണൽ ആയതുകൊണ്ട് ഇത് കൗണ്ടബിൾ ആണ് എന്നുള്ളത് കിട്ടി. ഇനി നമ്മുടെ എയിം ഇ ആൽഫ എ ബിയുടെ മെഷർ 0 ആണെന്ന് കാണിക്കുക എന്നുള്ളതാണ്. ഔട്ടർ മെഷർ ഓഫ് ഇ ആൽഫ എ ബി ഈസ് 0. Fix rationals alpha beta with alpha greater than beta and set E equal to E alpha AB. Okay, let epsilon greater than 0. Choose an open set O which E subset of O subset of AB. അപ്പോൾ ഈ ആൽഫ എ ബി ബീറ്റനെ ഞാൻ കുറച്ചും കൂടി സിംപ്ലിഫൈ ഡിനോട്ട് ചെയ്യാൻ വേണ്ടി ഇ എന്ന് തന്നെ വിളിക്കുകയാണ്. അപ്പം ഈനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു ഓപ്പൺ സെറ്റ് O കിട്ടും. ഒരു ഇൻ്റർവെൽ എ ബിയിൽ ഡിഫൈൻഡ് ആവുന്ന രീതിയിൽ അത് നമുക്ക് പറയാൻ പറ്റും. കൂടാതെ മെഷർ ഓഫ് O ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം സ്റ്റാർ ഓഫ് ഇ പ്ലസ് എപ്സിലോൺ. ഔട്ടർ മെഷർ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈയോട് അത്രയും ക്ലോസ്ഡ് ആയിട്ട്
ഉള്ള ഒരു ഓപ്പൺ സെറ്റ് നമുക്ക് കാണാൻ പറ്റും. ഈനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഓപ്പൺ സെറ്റ്, അതായത് ഈയുടെ മെഷറിനേക്കാൾ ഒരിത്തിരി എപ്സിലോൺ കൂട്ടി കഴിഞ്ഞാൽ ഏത് എപ്സിലോൺ എടുത്താൽ അതായത് ഡിഫറൻസ് എം ഓഫ് ഒ മൈനസ് എം സ്റ്റാർ ഓഫ് ഇ ലെസ് ദാൻ എപ്സിലോൺ ആവുന്ന രീതിയിൽ ഓപ്പൺ സെറ്റ് കാണാൻ പറ്റുന്നു നമ്മൾ ഔട്ടർ അപ്രോക്സിമേഷൻ ഇന്നർ അപ്രോക്സിമേഷൻ ഒക്കെ പറഞ്ഞ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പ്രകാരം നമുക്ക് എന്ത് കിട്ടും? ഒരു ഓപ്പൺ സെറ്റ് ഇങ്ങനെ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, let f be the collection of closed bounded interval cd contained in O for which f of d minus f of c less than beta into d minus c. ഇത് നമ്മൾ തൊട്ട് മുമ്പ് ലെമ്മയിൽ പറഞ്ഞതേ റീസൺ പ്രകാരം ഡി ബാർ ഓഫ് എഫ് ലെസ് ദാൻ ബീറ്റ ഓൺ ഇ ആണ്. ഇതുകൊണ്ട് എഫ് വിറ്റാലി കവർ ഓഫ് ഇ ആണ്. കാരണം എക്സ് ബിലോങ്സ് ടു ഇ എന്നെടുത്തു കഴിഞ്ഞാൽ ഡി ബാർ ഓഫ് എഫ് ലെസ് ദാൻ ബീറ്റ ആയിരിക്കും അല്ലേ? ഇ ആൽഫ ബീറ്റ, അതായത് ഇ എൻ ഇതിലുള്ള ആളുകൾക്ക് ഡി ബാർ ഓഫ് എഫ് ലെസ് ദാൻ ബീറ്റ ആയിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇതിൻ്റെ ഇൻഫിമം ഓഫ് എഫ് ഓഫ് എക്സ് പ്ലസ് ടി മൈനസ് എഫ് ഓഫ് ടി ഡിവൈഡഡ് ബൈ ടി ലെസ് ദാൻ ബീറ്റ എന്ന് പറയാം. അതായത് അതിലൊരു മെമ്പർ നമ്മൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ഓരോ എക്സിന് കറസ്പോണ്ടിങ് ആയിട്ടും ഓരോ ഇൻ്റർവെല്ലിൽ നമുക്ക് സി ഡി ചൂസ് ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് എഫ് ഓഫ് ഡി മൈനസ് എഫ് ഓഫ് സി ലെസ് ദാൻ ബീറ്റ ഇൻറ്റു ഡി മൈനസ് സി. നേരത്തെ ലെമ്മയിൽ പറഞ്ഞ അതേ റീസൺ തന്നെ. സോ ഈ എഫ് എന്ന് പറയുന്നത് ഇതിൻ്റെ വിറ്റാലി കവറാണെന്ന് പറയും. അതുകൊണ്ട് തന്നെ വിറ്റാലി കവറിംഗ് ലെമ്മ പ്രകാരം ഇതിന് ഫൈനൈറ്റ് ഡിസ്റ്റൻസ് സബ് കളക്ഷൻ ഓഫ് ഇൻ്റർവെൽസ് ഉണ്ടാവും സി കെ ഡി കെ സച്ച് ദാറ്റ് എം സ്റ്റാർ ഓഫ് ഇ മൈനസ് യൂണിയൻ കെ ഈക്വൽ ടു 1 to n സി കെ ഡി കെ ലെസ് ദാൻ എപ്സിലോൺ. ഓക്കെ, ഈ ഓരോ സി കെ ഡി കെയും ഇവിടുത്തുള്ള ഈ എഫിലുള്ള ആളുകളാണ്. ഈ എഫിലുള്ള ഓരോ ആളുകളും ഓയുടെ സബ്സെറ്റാണ്. അതുകൊണ്ട് തന്നെ ഈ സി കെ ഡി കെകളൊക്കെ ഓയിലുള്ള ആളുകൾ, ഓയുടെ ഓയിൽ കണ്ടെയ്ൻ ചെയ്യുന്ന ഇൻ്റർവെൽസ് ആയിരിക്കും. ഇനി സിഗ്മ കെ ഈക്വൽ ടു 1 to n എഫ് ഓഫ് ഡി കെ മൈനസ് എഫ് ഓഫ് സി കെ. എന്താ നമ്മുടെ കൺസ്ട്രക്ഷൻ പ്രകാരം എഫ് ഓഫ് ഡി മൈനസ് എഫ് ഓഫ് സി ലെസ് ദാൻ ബീറ്റ ഇൻറ്റു ഡി മൈനസ് സി. അപ്പോൾ എഫ് ഓഫ് ഡി കെ മൈനസ് എഫ് ഓഫ് സി കെ ലെസ് ദാൻ ബീറ്റ ഇൻറ്റു ഡി കെ മൈനസ് സി കെ ആണ്. അപ്ലൈയിങ് സമ്മേഷൻ വി ഗെറ്റ്സ് ലെസ് ദാൻ സിഗ്മ കെ ഈക്വൽ ടു 1 to n ഡി കെ മൈനസ് സി കെ എന്ന് കിട്ടും. ഓക്കെ, വിച്ച് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബീറ്റ ഇൻറ്റു മെഷർ ഓഫ് ഒ. എന്തുകൊണ്ടാ? നമുക്ക് ഈ ഡി കെ സി കെ എന്നൊക്കെ പറയുന്ന ആൾ ഓയിലുള്ള ആളാണ് അല്ലേ? അപ്പം ഓരോ ഇൻ്റർവെൽ ഡിസ്ജോയിൻ്റ് ആയിട്ടുള്ള ഇൻ്റർവെൽസ് ആണ്. ഇപ്പോൾ ഒ എന്ന് പറയുന്ന ഒരു ഓപ്പൺ സെറ്റ് നമ്മുടെ ഉള്ളിലുണ്ട്. അതിൻ്റെ ഉള്ളിലുള്ള ഡിസ്ജോയിൻ്റ് ആയിട്ട് ഇൻ്റർവെൽസ് ആണ് ഈ സി കെ ഡി കെ. അപ്പോൾ ഇതിൻ്റെ സമ്മ എന്ന് പറയുന്നത് ടോട്ടൽ മെഷർ ഓഫ് ഒൻ്റെ സബ്സെറ്റ് ആയിരിക്കും. സോ വിച്ച് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മെഷർ ഓഫ് ഒ, ബീറ്റ ഇൻറ്റു മെഷർ ഓഫ് ഒ. മെഷർ ഓഫ് ഒ ലെസ് ദാൻ എം സ്റ്റാർ ഓഫ് ഇ പ്ലസ് എപ്സിലോൺ ആയതുകൊണ്ട് ഇത് കിട്ടും. അപ്പോൾ എന്നിട്ട് സിഗ്മ കെ ഈക്വൽ ടു 1 to n എഫ് ഓഫ് ഡി കെ മൈനസ് എഫ് ഓഫ് സി കെ ലെസ് ദാൻ ബീറ്റ ഇൻറ്റു മെഷർ ഓഫ് ഇ പ്ലസ് എപ്സിലോൺ എന്ന് കിട്ടും. ഇനി നമ്മുടെ തൊട്ട് മുമ്പത്തെ ലെമ്മയിൽ പറഞ്ഞിട്ടുള്ളത് എന്താ? എം സ്റ്റാർ ഓഫ് എക്സ് ഇൻ എ ബി ഡി ബാർ ഓഫ് എഫ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആൽഫ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആൽഫ ഇൻറ്റു എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ. അതിൽ ഞാൻ എ ബി എന്നുള്ളത് മാറ്റി അതിനെ സി കെ ഡി കെ എന്നുള്ള ഇൻ്റർവെല്ലിലേക്ക് റെസ്ട്രിക്റ്റ് ചെയ്യാണ്. അപ്പം എന്താവും? എക്സ് ഇൻ എ ബി സച്ച് ദാറ്റ് ഡി ബാർ ഓഫ് എഫ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആൽഫ എന്ന് പറയുന്നത് നമ്മൾ എ ബി മാറ്റി എക്സ് ഇൻ സി കെ ഡി കെ സച്ച് ദാറ്റ് ഡി ബാർ ഓഫ് എഫ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആൽഫ. ഇതിനെ നമ്മൾ ഇ എന്ന് വിളിച്ചിട്ടുണ്ട്. ഇ ഇൻ്റർസെക്റ്റ് വിത്ത്, അതായത് ഈ ബാർ ഓഫ് എഫ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആൽഫ ആയിട്ടുള്ള കളക്ഷനാണ് ഇ. അത് എ ബിയിലുള്ള ആളുകളാണ് ഇ അല്ലേ? അതായത് ഇ എന്ന് പറയുന്നത് സെറ്റ് ഓഫ് എക്സ് ഇൻ എ ബി സച്ച് ദാറ്റ് ഡി ബാർ ഓഫ് എഫ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആൽഫ. ഈ ഒരു കളക്ഷനിലെ ആളുകളെ വരുള്ളൂ. കാരണം ഡി ബാർ ഓഫ് എഫ് ഓഫ് എക്സ് ഇതിനേക്കാൾ ഡി ബാർ ഓഫ് ലോവർ എഫ് ഓഫ് എക്സിനേക്കാൾ വലുതാവും. ഓക്കെ, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആൽഫ എന്ന് പറയുന്ന കളക്ഷൻ നമ്മളെടുത്തു. ഇതിനെ സി കെ ഡി കെയിലേക്ക് റെസ്ട്രിക്റ്റ് ചെയ്യുക. അതായത് വിച്ച് ക്യാൻ ബി ഇൻ്റർസെക്റ്റ് വിത്ത് ഇൻ്റർവെൽ സി കെ ഡി കെ. റെസ്ട്രിക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ എന്ത് സംഭവിക്കും അല്ലേ? എം സ്റ്റാർ ഓഫ് ഈ ഇൻ്റർസെക്ഷൻ സി എ ഡി കെ എന്ന് പറയാം. അതായത് ആ സെറ്റിനെയാണ് ഇ എന്ന് പറയുക. അതിന് സി കെ ഡി കെ അതിൻ്റെ ഇൻ്റർവെല്ലുമായിട്ട് ഇൻ്റർസെക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ടോട്ടൽ റിസൾട്ടും സി കെ ഡി കെയിലേക്ക് മാറും. ഇവിടെ എഫ് ഓഫ് ബിക്കും എക്കും പകരം സി കെ ഡി കെ ആവും. ദാറ്റ് ഈസ് 1 ആൽഫ ഇൻറ്റു എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് സി കെ മൈനസ് എഫ് ഓഫ് ഡി കെ മൈനസ് എഫ് ഓഫ് സി കെ ഇതാവും. ഓക്കെ, നമ്മുടെ തൊട്ട് മുമ്പത്തെ ലെമ്മ നമ്മൾ സി കെ ഡി കെ എന്ന് പറയുന്ന ഇൻ്റർവെല്ലിലേക്ക് റെസ്ട്രിക്റ്റ് ചെയ്യാണ്. അപ്പോൾ ഇ എന്നുള്ളത് എ ബിയിലാണ് ഡിഫൈൻ ചെയ്തത്. സി കെ ഡി കെയിലേക്ക് റെസ്ട്രിക്റ്റ് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ ഇൻ്റർസെക്ഷൻ എടുക്കുന്നു ഇവിടെ. അതെന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആൽഫ ഇൻറ്റു അവിടെ എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ ആയിരുന്നു. പക്ഷേ നമ്മൾ സി കെ ഡി കെയിലേക്ക് റെസ്ട്രിക്റ്റ് ചെയ്തുകൊണ്ട് ഇവിടുത്തെ ഇൻ്റർവെൽ എഫ് ഓഫ് ഡി കെ മൈനസ് എഫ് ഓഫ് സി കെ ആയിട്ട് മാറും. ഓക്കെ,
നൗ എം സ്റ്റാർ ഓഫ് ഇ. എം സ്റ്റാർ ഓഫ് ഇനെ നമുക്ക് എങ്ങനെ എഴുതാം? എം സ്റ്റാർ ഓഫ് ഇ ഇൻ്റർസെക്ഷൻ സി കെ ഡി കെ മൈനസ് നമ്മൾ ഇനെ നമ്മൾ നേരത്തെ ലെമ്മയിലും ചെയ്തിരുന്നു. ഇനെ നമുക്ക് ഇ മൈനസ് യൂണിയൻ സി കെ ഡി കെ എടുക്കുക, യൂണിയൻ ഈ ഇൻ്റർസെക്ഷൻ സി കെ ഡി കെ, അതായത് സി കെ ഡി കെനെ ഒഴിവാക്കി, ഇയിൽ നിന്നും സി കെ ഡി കെനെ ഒഴിവാക്കിയ ഭാഗം പ്ലസ്, അതായത് ഇപ്പോൾ നമ്മൾ ഒരു സെറ്റ് എനെ നമുക്ക് എ മൈനസ് ബി യൂണിയൻ ബി എന്ന് എഴുതാറില്ലേ? അപ്പം അതുപോലെ ഈ സി കെ ഡി കെ എന്ന് പറയുന്നതിന് നമ്മൾ എന്ത് ചെയ്യാണ്, ഈ ആദ്യം റിമൂവ് ചെയ്തിട്ടുള്ള ഭാഗം യൂണിയൻ ആ ഭാഗം വേറെ ജോയിൻ ചെയ്തിട്ട് രണ്ടായിട്ട് എഴുതി. അപ്പോൾ ജോയിൻ ചെയ്ത് എഴുതുമ്പം സി കെ ഡി കെ നമ്മൾ ഇയിലുള്ള ആളുകളെ മാത്രമേ എടുക്കേണ്ടതുള്ളൂ. എം സ്റ്റാർ ഓഫ് ഇ ആണ്, അതുകൊണ്ട് ഈ ഇൻ്റർസെക്റ്റ് വിത്ത് എന്നതും കൂടി എഴുതിയിട്ടുണ്ട്, അത്രേ ഉള്ളൂ. അപ്പോൾ എം സ്റ്റാർ ഓഫ് ഇനെ ഇ എന്ന് പറയുന്ന സെറ്റിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഇ ഈക്വൽ ടു ഇ മൈനസ് യൂണിയൻ സി കെ ഡി കെ യൂണിയൻ ഇൻ്റർസെക്ഷൻ ഇൻ്റർവെൽ സി കെ ഡി കെ. സോ എം സ്റ്റാർ ഓഫ് ഇനെ എങ്ങനെ എഴുതാം? which is m star of e union ckdk plus m star of e intersection ckdk എഴുതാം. m star of e minus union ckdk എന്താണ്? m star of e minus union ckdk is less than epsilon plus m star of e intersection ckdk എന്താണ്? 1 by alpha into f of dk minus ck. ഓക്കെ, അതിവിടെ അപ്ലൈ ചെയ്യാം. 1 by alpha into ഇവിടെ സിഗ്മ യൂണിയൻ വരുന്നുണ്ട്, ഇവിടെ ഒറ്റൊന്നിൻ്റെതാണ് 1 by alpha f of dk minus ck. അപ്പോൾ യൂണിയൻ എടുക്കുമ്പോൾ സമയത്ത് ഇവിടെ സമ്മേഷൻ വരും. അപ്പോൾ 1 by alpha into സിഗ്മ k equal to 1 to n f of dk minus of ck plus epsilon എന്ന് എഴുതാം. നൗ എം സ്റ്റാർ ഓഫ് ഇ എന്താ? സിഗ്മ k equal to 1 to n f of dk minus f of ck, which is beta into m star of e plus epsilon equation 12 പ്രകാരം. അപ്പോൾ ഇതെന്താവും? ബീറ്റ ബൈ ആൽഫ ഇൻറ്റു എം സ്റ്റാർ ഓഫ് ഇ പ്ലസ് എപ്സിലോൺ എന്ന് വരും. ദറ്റ് ഈസ് ബീറ്റ ബൈ ആൽഫ ഇൻറ്റു എം സ്റ്റാർ ഓഫ് ഇ പ്ലസ് എപ്സിലോൺ എന്ന് വരും. ഇതിൻ്റെ ബീറ്റ ബൈ ആൽഫ ഇൻറ്റു എം സ്റ്റാർ ഓഫ് ഇ പ്ലസ് ഇവിടെ ബീറ്റ ഇൻറ്റു ഇവിടെയാണ് ബീറ്റ. ഓക്കെ, ബീറ്റ ബൈ ആൽഫ ഇൻറ്റു എം സ്റ്റാർ ഓഫ് ഇ പ്ലസ് എപ്സിലോൺ പ്ലസ് 1 ബൈ ആൽഫ ഇൻറ്റു എപ്സിലോൺ പ്ലസ് എപ്സിലോൺ എന്ന് എഴുതാം. ഇനി ബീറ്റ ബൈ ആൽഫ ലെസ് ദാൻ 1 ആണ് അല്ലേ? ആൽഫ ലെസ് ദാൻ ബീറ്റ ആണ്. സോ ബീറ്റ ബൈ ആൽഫ ലെസ് ദാൻ 1 ആണ്. ബീറ്റ ബൈ ആൽഫ ലെസ് ദാൻ 1 ആണ്. അപ്പോൾ എം സ്റ്റാർ ഓഫ് ഇ മൈനസ് ബീറ്റ ബൈ ആൽഫ ഇൻറ്റു എം സ്റ്റാർ ഓഫ് ഇ ലെസ് ദാൻ എപ്സിലോൺ ഇൻറ്റു ഒരു ക്വാണ്ടിറ്റി എന്ന് വരും അല്ലേ? അതായത് എം സ്റ്റാർ ഓഫ് ഇ ഇൻറ്റു 1 മൈനസ് ബീറ്റ ബൈ ആൽഫ ഒരു പോസിറ്റീവ് ക്വാണ്ടിറ്റിയാണ്, ലെസ് ദാൻ എപ്സിലോൺ ഇൻറ്റു 1 ബൈ ആൽഫ പ്ലസ് 1 എന്ന് വരും. ദറ്റ് ഈസ് എം സ്റ്റാർ ഓഫ് ഇ എന്നുള്ളതിന് ലെസ് ദാൻ എപ്സിലോൺ ഇൻറ്റു 1 ബൈ ആൽഫ പ്ലസ് 1 ഡിവൈഡഡ് ബൈ 1 മൈനസ് ബീറ്റ ബൈ ആൽഫ. അതായത് ഇതൊരു ക്വാണ്ടിറ്റിയാണ്, പോസിറ്റീവ് ക്വാണ്ടിറ്റി, ലെസ് ഇൻറ്റു എപ്സിലോൺ ഇൻറ്റു എ മൾട്ടിപ്പിൾ എന്നുള്ള രീതിയിൽ എഴുതാം. അപ്പോൾ എം സ്റ്റാർ ഓഫ് ഇ ലെസ് ദാൻ എപ്സിലോൺ, ദറ്റ് ഈസ് എം സ്റ്റാർ ഓഫ് ഈക്വൽ ടു 0 എന്ന് പറയും. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് പറയാനുള്ള കുറച്ചൊരു ഡെഫിനിഷൻസ് ആണ്. ലെറ്റ് എഫ് ബി ഇൻ്റഗ്രബിൾ ഓവർ ക്ലോസ്ഡ് ബൗണ്ടഡ് ഇൻ്റർവെൽ എ ബി, എക്സ്റ്റെൻഡ് എഫ് ടു ടേക്ക് വാല്യൂ എഫ് ഓഫ് ബി ഓൺ വി ടു ബി പ്ലസ് 1 ഫോർ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എച്ച് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. അപ്പോൾ ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബിയിൽ നമുക്ക് ഡിഫൈൻഡ് ആണ് എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ. ഓക്കെ, നമ്മൾ ഈ ബി എന്നുള്ളത് മാറ്റി ബി പ്ലസ് 1ലേക്കും കൂടി ഈ ഫംഗ്ഷൻ എക്സ്റ്റെൻഡ് ചെയ്യാണ്. ബി ടു ബി പ്ലസ് 1 എന്ന് പറയുന്ന ഇൻ്റർവെല്ലിൽ ഇതിൻ്റെ വാല്യൂ കോൺസ്റ്റൻറ്റ് എഫ് ഓഫ് ബി തന്നെ. അതായത് നമുക്ക് ഫംഗ്ഷൻ എങ്ങനെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്, എ തൊട്ട് ബി വരെയുള്ളതുണ്ട്. ബി പ്ലസ് 1 എന്ന് പറയുന്ന നെക്സ്റ്റ് ഇൻ്റർവെല്ലിൽ വരെ ഡിഫൈൻ ചെയ്യുകയാണ്. അവിടെ കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻ, ഇവിടെ എഫ് ഓഫ് ബി എത്രയാണ് വരുന്നത് അത് കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ഫംഗ്ഷനായിട്ട് നമ്മൾ ഡിഫൈൻ ചെയ്തു. അങ്ങനെയാണ് നമ്മൾ ടേംസ് പറയുകയാണ്. ഡിവൈഡഡ് ഡിഫറൻസ് ഫംഗ്ഷൻ ആണ് ഫസ്റ്റ് പറയാൻ പോകുന്നത്. ഡിവൈഡഡ് ഡിഫറൻസ് ഫംഗ്ഷൻ ഡി എഫ് എഫ് എച്ച് ഓഫ് എഫ് എന്താണ് ഡിഫൈൻഡ് ബൈ ഡിവൈഡഡ് ഡിഫറൻസ് ഫംഗ്ഷൻ ഈസ് എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എക്സ് ബൈ എച്ച്. ഈ എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് ഡിഫൈൻഡ് ആണ്, കാരണം എച്ചിൻ്റെ വാല്യൂ 0 to 1 വരെ വരുള്ളൂ.
ഇവിടെ ബി വന്നാൽ b+1 വരെ നമ്മളിത് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പം എക്സ് ഈക്വൽ ടു ബി കൊടുത്താൽ പോലും b+1 ആണ് മാക്സിമം വരിക. b+1 വരെ എഫ് ഓഫ് ബി തന്നെയാണ് വാല്യൂ, ഇത് ഡിഫൈൻഡ് ആണ്. അപ്പം ഡിവൈഡഡ് ഡിഫറൻസ് ഫംഗ്ഷൻ പറയുന്നത് എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എക്സ് ബൈ എച്ച് ആണ്. നെക്സ്റ്റ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് ആവറേജ് വാല്യൂ ഫംഗ്ഷൻ. ആവറേജ് വാല്യൂ AVH is 1/h into integral x to x plus hf. അതും ഡിഫൈൻഡ് ആണ്. b വന്നാൽ b+h, hന് 1 വരെ നമുക്ക് ഈ വാല്യൂ പറയാം, അതുവരെ ഇൻ്റഗ്രലും ഡിഫൈൻഡ് ആണ്. ഇതാണ് ആവറേജ് വാല്യൂവും ഡിവൈഡഡ് ഡിഫറൻസ് ഫംഗ്ഷനും. ഇത് തമ്മിലൊരു റിലേഷൻ ഉണ്ട്. ആ റിലേഷനാണ് ഇൻ്റഗ്രൽ u to v ഡിവൈഡഡ് ഡിഫറൻസ് ഫംഗ്ഷൻ ഓഫ് h ഈക്വൽ ടു ആവറേജ് h ഓഫ് എഫ് ഓഫ് വി മൈനസ് ആവറേജ് h ഓഫ് എഫ് ഓഫ് വി. നമുക്കതൊന്ന് ചെയ്ത് നോക്കാം. ആദ്യം നമുക്ക് ആവറേജ് എഫ് തന്നെ തുടങ്ങാം. എന്താ AVH ഓഫ് എഫ് ഓഫ് വി, എന്താ AVH ഓഫ് എഫ് ഓഫ് വി. ബൈ ഡെഫിനിഷൻ എന്താ AVH ഓഫ് എഫ് ഓഫ് വി എന്താ 1/h ഇൻറ്റു ഇൻ്റഗ്രൽ എഫ് ഓഫ് എക്സ് യു വി അല്ലേ, വി ടു വി പ്ലസ് എച്ച് എഫ് മൈനസ് 1/h ഇൻറ്റു ഇൻ്റഗ്രൽ യു ടു യു പ്ലസ് എച്ച് എഫ് ആണ് ആര് വരുന്നത്, AVH ഓഫ് എഫ് ഓഫ് യു. ഇനി ഇൻ്റഗ്രൽ യു ടു വി ഡി എഫ് ഓഫ് എച്ച് എന്താ വരുന്നത്, വിച്ച് ഈസ് ഇൻ്റഗ്രൽ യു ടു വി എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ എച്ച്. എച്ചിനെ നമ്മൾ പുറത്തെടുക്കുകയാണ്. ദാറ്റ് ഈസ് 1/h ഇൻറ്റു ഇൻ്റഗ്രൽ യു ടു വി എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എക്സ് ആണല്ലോ.